രാവിലെ ഉമ്മയുടെ തുടരെയുള്ള വിളി കേട്ടാണ് ഞാൻ എഴുന്നേക്കുന്നത്. ബ്രഷ് ചെയ്ത് റൂമിൽ നിന്നും ഇറങ്ങി കോണിപ്പടി വഴി താഴെ ഇറങ്ങി കിച്ചണിലേക്ക് ചെന്നു. എന്താ ഉമ്മ നിങ്ങളിന്ന് ഉറങ്ങാൻ സമ്മതിക്കാത്തത്? ഞാൻ ചോദിച്ചു. രാത്രി ഫോൺ നോക്കിയിരുന്നാൽ രാവിലെ എഴുന്നേക്കാൻ മടി കാണും, ഉമ്മ പറഞ്ഞു. ഒന്ന് പോ ഉമ്മ. ആ എടാ, ഉപ്പ വിളിച്ചിരുന്നു. തറവാട്ടിൽ പോയി വില്ലുപ്പനെ കൂട്ടി ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകാൻ പറഞ്ഞിരുന്നു. ആ ഞാനത് മറന്നു. ഇളയപ്പ ഇന്നലെ രാത്രി എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു. നീയത് നോക്ക്, ഉമ്മ പറഞ്ഞു. അല്ല, നിങ്ങൾ എവിടേക്കായി പോകുന്നത്? ഉമ്മ ഒരുങ്ങി നിൽക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചു. പുത്തനത്താണിയിലേക്ക്. നീ ഉച്ചയ്ക്ക് ഇളയപ്പാൻ്റെ അടുത്തുനിന്ന് ചോറ് കഴിക്കോണ്ടി, ഞാൻ വൈകുന്നേരം വരൂ. ഞാൻ അവളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഉമ്മ എന്നോട് പറഞ്ഞു. എൻ്റെ പേര് അഫ്സൽ, 18 വയസ്സ്, പനക്കൽ വീട്ടിലെ അസീസിൻ്റെയും നബീലയുടെയും ഏക മകൻ. ഉമ്മയുടെ വിവാഹം വളരെ ചെറുപ്പത്തിൽ കഴിഞ്ഞതാണ്. ഉമ്മയുടെ ഉപ്പാക്ക് വയ്യാതായപ്പോൾ മരിക്കുന്നതിന് മുമ്പ് മോളുടെ വിവാഹം കണ്ടിട്ട് മരിച്ചാൽ മതിയെന്ന കാരണം കൊണ്ട് 17-ാം വയസ്സിൽ കാണാൻ മോശമല്ലാത്ത ഗൾഫുകാരനായ ഉപ്പയുടെ കാര്യം വന്നപ്പോൾ ഉമ്മാൻ്റെ വീട്ടുകാർ അവരുടെ വിവാഹം നടത്തി. ഉമ്മാൻ്റെ താഴെ ഒരനിയനുണ്ട്, സുഹൈൽ, ഖത്തറിലാണ് ജോലി. ആളുടെ ഭാര്യ സബീറ, 24 വയസ്സ് വരും. അവരും ഉമ്മയുടെ ഉമ്മയുമാണ് ഇപ്പോൾ അവിടെയുള്ളത്. പിന്നെ 4 വയസ്സുള്ള ഒരു മോളും. കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ഉമ്മ എന്നെ പ്രസവിച്ചു. പിന്നീട് കുട്ടികളൊന്നും ഉണ്ടായില്ല. ഉമ്മയെ കണ്ടാൽ 38 വയസ്സ് പ്രായമുണ്ടെന്ന് ഒരിക്കലും പറയില്ല, ഒരു 25ഒക്കെ തോന്നും. എൻ്റെ ഇത്താത്ത ആണോ എന്നാണ് എല്ലാവരും ചോദിക്കുക. വീട്ടിൽ നാടനായിട്ട് വസ്ത്രം ധരിക്കുന്ന ആളാണെങ്കിലും പുറത്തു പോകുമ്പോൾ ട്രെൻഡിനനുസരിച്ച് എല്ലാ ഡ്രസ്സും ഉടുക്കാറുണ്ട്. ഡ്രസ്സ്, മേക്കപ്പ് ഇത് രണ്ടും ഉമ്മക്ക് തികയില്ല. അത് ഓൺലൈൻ വഴിയും അല്ലാതെയും വാങ്ങിക്കൂട്ടും. ഉമ്മ പറയുന്നതൊക്കെ ക്യാഷ് അയച്ചു കൊടുക്കും. പ്രായം കൊണ്ട് ഉപ്പയേക്കാൾ 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെങ്കിലും അവർ തമ്മിൽ നല്ല സ്നേഹമാണ്. അങ്ങനെ ഉമ്മ വീടും പൂട്ടി സ്കൂട്ടറും എടുത്ത് പുത്തനത്താണിയിലേക്ക് പോയി. ഞാൻ ബൈക്കും എടുത്ത് തറവാട്ടിലേക്കും പോന്നു. അവിടെ എത്തിയപ്പോൾ വല്യപ്പ ഡ്രസ്സും മാറി പോകാൻ റെഡിയായി ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വരുന്നത് കണ്ട് ഇളയപ്പ എന്നോട് ചോദിച്ചു, മാനു നീ ചായ കുടിച്ചായിരുന്നോ? ആ, ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ചിട്ടാ പോന്നേ. മോളും എവിടെ? അവള് ഉറങ്ങാടാ. ഉപ്പാക്ക് ഒരനിയനും അനിയത്തിയും കൂടിയുണ്ട്, ലത്തീഫും റസിയയും. ഇളയപ്പാക്ക് 5 വയസ്സും 1.5 വയസ്സുള്ള 2 മക്കളുണ്ട്. വല്യമ്മ ഞാൻ ചെറിയ കുട്ടിയായപ്പോഴേ മരിച്ചതാണ്. ഞാൻ വല്യപ്പയെ പിടിച്ച് പതുക്കെ കാറിൽ കയറ്റിയിരുത്തി. ഉപ്പ വാങ്ങിയ കാറാണ്. വല്യപ്പാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എളുപ്പത്തിന് തറവാട്ടിൽ തന്നെയാണ് അത് നിർത്തിയിട്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. പുത്തനത്താണിയിലെത്തിയ ഉമ്മയെ കണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് നാത്തൂൻ്റെ അടുത്തേക്ക് അടുക്കളയിലേക്ക് ചെന്നു. എന്തായി, പണിയൊക്കെ കഴിഞ്ഞോ? ഉമ്മ ചോദിച്ചു. ഇല്ലിത്ത. അല്ല, മാനു എന്താ വരാഞ്ഞത്? സബീറ ചോദിച്ചു. അവൻ ഉപ്പാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാ. പിന്നെ നിങ്ങളുടെ നമ്പർ ആ രഹനത്തെ ചോദിച്ചിരുന്നു ഇത്ത, സബീറ ഇത്ത ഉമ്മയോട് പറഞ്ഞു. ആ, അവൾ വിളിച്ചിരുന്നു. സ്കൂളിൽ മീറ്റപ്പ് ഉണ്ട്, അത് പറയാനാണ്. പുതിയ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അല്ല, നിങ്ങൾ പോകുന്നുണ്ടോ ഇത്ത? സബീറ ചോദിച്ചു. പിന്നെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണാമല്ലോ, ഉമ്മ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി തിരിച്ചെത്തി ഞങ്ങൾ ഇളയപ്പാടെ കൂടെ തമാശകൾ പറഞ്ഞിരുന്ന് ചോറൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഫ്രണ്ട് വിളിച്ചിട്ട് ഞാൻ ബൈക്കുമെടുത്ത് അവൻ്റെ വീട്ടിൽ പോയി. അവനെ കൂട്ടി ക്ലബിലേക്ക് പോയി. കുറച്ച് നേരം ചെസ്സൊക്കെ കളിച്ചിരുന്നു. പിന്നെ കൂട്ടുകാരൊക്കെ വന്ന് സാധാരണ പോലെ സമയം പോയതറിയാതെ അവരുടെ കൂടെ കളിയും ചിരിയുമൊക്കെയായി ചില്ല് ചെയ്തിരിക്കുമ്പോഴാണ് ഉമ്മയുടെ കോള് വരുന്നത്. ഞാൻ കോളെടുത്തു. ഹലോ ഉമ്മ. മാനു, നീ ഇതെവിടെ? ഇളയപ്പ പറഞ്ഞു നീ വൈകുന്നേരം അവിടെ നിന്ന് പോയെന്നാണല്ലോ. ആ ഉമ്മ, ഞാൻ ക്ലബിലാണ്. നിങ്ങൾ വീട്ടിലെത്തിയോ? എത്താനായി, വീട്ടിലേക്ക് വാ, മതി കറങ്ങി നടന്നത്, ഉമ്മ പറഞ്ഞു.
ആ ദാ വരുന്നു ഉമ്മ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ ഉമ്മ എനിക്കായി കൊണ്ടുവന്ന ഉമ്മാൻ്റെ വീട്ടിലെ സ്പെഷ്യൽസൊക്കെ എടുത്തു തന്നു. അതൊക്കെ ഞാൻ കഴിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ ഉമ്മ എന്നെ വിളിച്ച് ചോദിച്ചു, എടാ നിനക്കിന്ന് എവിടെയെങ്കിലും പോകാനുണ്ടോ? എന്താ ഉമ്മ അങ്ങനെ ചോദിച്ചത്? ഞാൻ ചോദിച്ചു. ഉണ്ടോയെന്ന് പറ. ഇല്ല. എന്നാ നീ ഡ്രസ്സ് മാറ്. എവിടെ പോകാനാ ഉമ്മ? ഞാൻ വീണ്ടും ചോദിച്ചു. എടാ എൻ്റെ സ്കൂളിൽ ഇന്ന് മീറ്റപ്പ് ഉണ്ട്, അതിന് പോകാനാണ്, ഉമ്മ പറഞ്ഞു. അയ്യേ ഞാനൊന്നും വരുന്നില്ല. എന്തിനാ ആങ്ങളെയാണെന്ന് ചോദിക്കുന്നത് കേൾക്കാനാണോ? ഞാൻ ഉമ്മയോട് ചോദിച്ചു. ഓ എനിക്കിത്തിരി സൗന്ദര്യമുള്ളത് എൻ്റെ തെറ്റാണോടാ? ഉമ്മ കളിയായി പറഞ്ഞു. ഓ ഒരു സുന്ദരി കഥ വന്നിരിക്കുന്നു, ഞാനും പറഞ്ഞു. അപ്പോൾ നീ വരുന്നില്ലല്ലോ? ഇല്ലുമ്മ. എന്നാ നീ പോര്, ഉമ്മാൻ്റെ അടുത്ത് നിന്നാൽ മതി, ഞാൻ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നോളാം. ആ അതൊക്കെ, പുത്തനത്താണി പോയിട്ട് കുറച്ച് ദിവസമായി, ഞാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മാൻ്റെ സ്കൂട്ടറിൻ്റെ പിറകിൽ കയറി ഞാൻ മാമൻ്റെ വീട്ടിൽ പോയി. കുറച്ച് കഴിഞ്ഞ് ഉമ്മ സ്കൂളിലേക്കും പോയി. അന്ന് ഒരുപാട് വൈകി ഇരുട്ടായി തുടങ്ങിയപ്പോഴാണ് ഉമ്മ തിരിച്ചു വന്നത്. അന്ന് ഉമ്മൻ്റെ വീട്ടിൽ നിന്നിട്ട് പിറ്റേന്നാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. പക്ഷേ മീറ്റപ്പിന് ശേഷം ഉമ്മക്ക് എന്തൊരു മാറ്റം തോന്നി എനിക്ക്. എപ്പോഴും ഫോണിൽ തന്നെയായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ വാട്സപ്പിൽ പുതിയ സ്കൂൾ ഗ്രൂപ്പുണ്ട്, അതിൽ മെസ്സേജ് നോക്കുന്നതാണെന്ന് പറയും. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഞാൻ പുറത്ത് പോയിട്ട് വീട്ടിൽ വരുമ്പോൾ പുറത്ത് നല്ല പരിചയമുള്ളൊരു കാറ് വീടിൻ്റെ മുന്നിൽ കിടക്കുന്നത് കണ്ടു. ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ വീടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ കാണാൻ വലിയ മോശമില്ലാത്ത ഒരിത്തയെ ഞാൻ കണ്ടു. ആ നീ വന്നോടാ? എന്നെ കണ്ടതും ഉമ്മ ചോദിച്ചു. ഇതാരാ ഉമ്മ? ഞാൻ ഉമ്മയോട് ചോദിച്ചു. എടാ ഇതെൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരിയാ. നബീല മോനാണോ ഇത്? അവർ ഉമ്മയോട് ചോദിച്ചു. അതേടി. വലിയ ചെക്കനായല്ലോ, അവർ പറഞ്ഞു. നിൻ്റെ ഉമ്മാൻ്റെ സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ. എൻ്റെ പേര് സുറുമി. അവർ സ്വയം എന്നെ പരിചയപ്പെടുത്തി. എന്നാ ഇനി പോട്ടെ നബീല, പിന്നെ വരാം. ഇപ്പോൾ വീടൊക്കെ കണ്ടല്ലോ, ഇനി എപ്പോൾ വേണമെങ്കിലും വരാലോ. പ്രശാന്ത് വാ പോകാം, അവർ പറഞ്ഞു. ലിവിങ് റൂമിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ആളെ കണ്ടതും ഞാൻ നെട്ടി. എന്നെ കണ്ട പ്രശാന്ത്, അഫ്സൽ ഇത് നിൻ്റെ വീടാണോ? ആ അതെ. അല്ല ചേട്ടൻ എന്താ ഇവിടെ? ഞാൻ ചോദിച്ചു. എൻ്റെ ഫ്രണ്ട് ദാസിൻ്റെ അയൽവാസിയാണ് ഈ പ്രശാന്ത്. +2 പഠിക്കുന്ന സമയത്ത് വീഡിയോ കാണാനും ചേട്ടൻ്റെ ജിമ്മിൽ വരുന്ന പെണ്ണുങ്ങളെ നോക്കാനും എപ്പോഴും പോയി പരിചയമുണ്ട്. അന്ന് ദാസ് പറഞ്ഞിട്ടുണ്ട് പെൺവിഷയത്തിൽ ചേട്ടനൊരു അഗ്രഗണ്യനാണെന്ന്. പിന്നെ 6 പാക്കൊക്കെ ഉണ്ട്, കാണാനും വലിയ തെറ്റൊന്നുമില്ല. ഞാൻ മനസ്സിലോർത്തു. എൻ്റെ ആലോചന കണ്ട് ചേട്ടൻ ചോദിച്ചു, എന്താ അഫ്സൽ നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല. ദാസ് അവൻ്റെ വിവരം ഇപ്പോൾ കാണാൻ പോലും കിട്ടാറില്ല, ഞാൻ പ്രശാന്തിനോട് പറഞ്ഞു. ആ അവനിപ്പോൾ എൻ്റെ ജിമ്മിൽ എൻ്റെ അസിസ്റ്റൻ്റ് ആണടാ, ചേട്ടൻ പറഞ്ഞു. നിങ്ങൾ നേരത്തെ അറിയുമോ? ഉമ്മയുടെ കൂട്ടുകാരി ഞങ്ങളോടായി ചോദിച്ചു. ആ മുമ്പ് ദാസിൻ്റെ കൂടെ വീട്ടിൽ വരാറുണ്ടിവൻ, പ്രശാന്ത് പറഞ്ഞു. ഏത്, നമ്മുടെ ദാസിൻ്റെയോ? ആ അതെ, പ്രശാന്ത് പറഞ്ഞു. അവർ പോയ ശേഷം ഞാൻ ഉമ്മയോട് ചോദിച്ചു, എന്താ ഉമ്മ മീറ്റപ്പ് കഴിഞ്ഞപ്പോൾ പഴയ ഫ്രണ്ട്സൊക്കെ വരാൻ തുടങ്ങിയല്ലോ? അതേടാ, എൻ്റെ കൂടെ സ്കൂളിൽ എപ്പോഴും ഉണ്ടാകുന്നത് ഇവളാ. ഇവിടെ അടുത്താണ് അവളുടെ ഭർത്താവിൻ്റെ വീട്, വലിയ ക്യാഷുകാരനാണ്, ദുബായിൽ ബിസിനസ്സാണ്, ഉമ്മ പറഞ്ഞു. അവരുടെ കൂടെ വന്ന പ്രശാന്ത് ഏട്ടനെ എനിക്ക് മുമ്പ് അറിയാം, ഞാൻ പറഞ്ഞു. ആ അതവളുടെ അയൽവാസിയാണ്. കെട്ടിയോൻ നാട്ടിലില്ലാത്തപ്പോൾ ഇവർക്ക് എവിടെയെങ്കിലും പോകാൻ കാർ ഓടിക്കാൻ അവനെയാണ് വിളിക്കുന്നത്, ഉമ്മ പറഞ്ഞു. കാർ മാത്രമാകില്ല, ചേട്ടനെ എനിക്കല്ലേ അറിയോ, ഞാൻ മനസ്സിൽ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ അറിയാത്തൊരു നമ്പറിൽ നിന്നും എനിക്കൊരു കോൾ വന്നു. ഞാൻ ആ കോൾ എടുത്തു.
ഹലോ, ആരാ? അഫ്സലല്ലേ ഇത്? അതെ, ഇതാരാ? എനിക്ക് മനസ്സിലായില്ല. എടാ, ഞാനാ ദാസ്. എടാ ദാസേ, നിനക്കെങ്ങനെ എൻ്റെ നമ്പർ കിട്ടി? അത് പ്രശാന്തേട്ടൻ തന്നതാടാ, ദാസ് പറഞ്ഞു. ഓ, ഞാനത് മറന്നു. പിന്നെ എത്ര നാളായിടാ നിന്നൊന്ന് കണ്ടിട്ട്. എടാ, പാണ്ടിക്കാട് വാ, നമുക്ക് കാണാലോ. ആ, എന്തായാലും വരും, കാണാൻ ആഗ്രഹമുണ്ടടാ, ഞാൻ പറഞ്ഞു. പിറ്റേന്ന് ഞാൻ രാവിലെ ദാസിൻ്റെ അടുത്ത് പോയി. ഒരമണിക്കൂർ കൊണ്ട് അവിടെ എത്തി. അങ്ങനെ ഞാൻ വീണ്ടും ദാസുമായും പ്രശാന്തേട്ടനുമായും അടുത്തു. മിക്ക ദിവസവും കാണാൻ തുടങ്ങി. അവിടെ വെച്ച് പുതിയ ചില കൂട്ടുകാരെയും കിട്ടി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. 2 ദിവസമായിട്ട് പ്രശാന്തേട്ടനെ കാണാതായപ്പോൾ ഞാൻ ദാസിനോട് ചോദിച്ചു, പുള്ളി എവിടെ പോയെന്ന്. അപ്പോൾ ദാസ് പറഞ്ഞു, എടാ, പുതിയ ഏതോ ഒരുത്തിയെ കിട്ടിയിട്ടുണ്ട്, അതാ, അത് മടുക്കുമ്പോൾ ഇനി കാണാൻ കഴിയുള്ളൂ, ദാസ് പറഞ്ഞു. ഓ, അപ്പോൾ വെറുതെ അല്ല, ചേട്ടൻ്റെ ഫോണിൽ വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫ്. അല്ലടാ, നിനക്കാരെങ്കിലും ഉണ്ടോ ഇതുപോലെയൊക്കെ? ഞാൻ ദാസിനോട് ചോദിച്ചു. ആ, ഒരാളുണ്ട്, ചേട്ടൻ കൊണ്ട് നടക്കുന്നത് തന്നെയാണ്. പക്ഷേ ചേട്ടൻ അറിയില്ല, അറിഞ്ഞാൽ എൻ്റെ കാര്യം തീരും, ദാസ് പറഞ്ഞു. എടാ, ആരാ കക്ഷി? ഞാൻ ചോദിച്ചു. അത് എൻ്റെ അയൽവാസി നിസാറിൻ്റെ ഭാര്യ സുറുമി, അവൻ പറഞ്ഞു. എനിക്കവൻ ആ പേര് പറഞ്ഞപ്പോൾ തന്നെ ആളെ മനസ്സിലായി, ഉമ്മാൻ്റെ ഫ്രണ്ടാണെന്ന്. പിന്നെ ഞാൻ ഒന്നും ചോദിച്ചില്ല. അന്ന് രാത്രി ഞാൻ ഫോണിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോഴാണ് താഴെ പെട്ടെന്ന് എന്ത് ശബ്ദം കേട്ടത്. ഏ, ഇതെന്താ ഒരു ശബ്ദം? രാത്രി 11 മണിയായല്ലോ. ഞാൻ അതും പറഞ്ഞ് താഴെ കോണി സ്റ്റെപ്പ് ഇറങ്ങി ഉമ്മയുടെ റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഉള്ളിൽ നിന്നും എനിക്ക് നല്ല പരിചയമുള്ള ഒരു പുരുഷൻ്റെ ശബ്ദം കേട്ട് എനിക്ക് പേടിയും ഒപ്പം സംശയവും തോന്നി. ഞാൻ വാതിൽ ലോക്കിൻ്റെ തുളയിലൂടെ നോക്കി. ശരിക്കും ഞെട്ടിപ്പോയി. പ്രശാന്തേട്ടനും എൻ്റെ ഉമ്മയും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയാണ് ഞാൻ ഉള്ളിൽ കണ്ടത്. നബീല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ ഇങ്ങനെ മടുപ്പ് തോന്നാതെ വീണ്ടും വീണ്ടും തേടി വരുന്നത്, പ്രശാന്തേട്ടൻ ഉമ്മയോട് പറഞ്ഞു. ഉമ്മ ഒന്ന് മൂളുന്നുണ്ട്. നബീല, എന്നാൽ ഇത്രയും നാൾ നീ എൻ്റെ കണ്ണിൽ പെട്ടില്ലല്ലോ, പ്രശാന്തേട്ടൻ പറഞ്ഞു. അത് പിന്നെ ഇതിന് ഇത്രയും രസമുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല, ഉമ്മ അയാളോട് പറഞ്ഞു. അല്ല, നമ്മളന്ന് റിസോർട്ടിൽ പോയത് ആർക്കെങ്കിലും സംശയമുണ്ടോ, പ്രശാന്തേട്ടൻ ചോദിച്ചു. ഏയ് ഇല്ല, ഉമ്മ പറഞ്ഞു. അപ്പോൾ ഉമ്മ പുറത്തൊക്കെ പോയി. അന്ന് അമ്മാവിൻ്റെ അടുത്ത് പോവാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയത് അതിനായിരുന്നു അല്ലേ, ഞാൻ മനസ്സിൽ പറഞ്ഞു. വീണ്ടും ഞാൻ ആ ഹാളിലൂടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവർ അവരുടെ കാര്യപരിപാടികൾ തുടർന്നിരുന്നു. അതെല്ലാം ഞാൻ നല്ലതുപോലെ നോക്കിക്കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് അവർ ഫ്രഷാകാനായി പോയി. കുറച്ച് കഴിഞ്ഞ് 2 പേരും ഫ്രഷായി വന്ന് തിരിച്ച് ബെഡിലിരുന്നു. എന്നിട്ടുമ്മ അവനോട് പറഞ്ഞു, താങ്ക് യു പ്രശാന്ത് എന്നും പറഞ്ഞ് 500ൻ്റെ കുറച്ച് നോട്ട് അവന് നൽകി. എനിക്കത് കണ്ടിട്ട് ഉമ്മയോട് വെറുപ്പ് തോന്നി. ആ സമയം പ്രശാന്ത് ഉമ്മയോട് പറഞ്ഞു, നീ 2 ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിറങ്ങ്, നമുക്ക് ഒരിടം വരെ പോകാം. നോക്കട്ടെ മാനു, അവൻ അറിയരുത്, വേറെ എന്തും ഞാൻ സഹിക്കും, ഉമ്മ അവനോട് പറഞ്ഞു. ആ, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, പ്രശാന്ത് പറഞ്ഞു. ശരിയടാ, എന്നാ ഒന്നുകൂടെ നോക്കിയിട്ട് പോയാൽ പോരെ, ഉമ്മ അവനോട് പറഞ്ഞു. വേണ്ട, അവർക്ക് സംശയം തോന്നും, നാളെ വരാം, ചേട്ടൻ പറഞ്ഞു. എടാ, നിനക്കിത് വേണോ, ഉമ്മ അവനോട് ചോദിച്ചു. ഞാൻ നോക്കുമ്പോൾ ഉമ്മയുടെ ഏതൊക്കെ ഉടുപ്പുകൾ അവൻ കയ്യിൽ പിടിച്ചിരിക്കുന്നു. അവർ പുറത്തിറങ്ങാറായെന്ന് ഉറപ്പായപ്പോൾ ഞാൻ അവിടെ നിന്നും ഒന്ന് മാറി നിന്നു. ഉമ്മ ചേട്ടൻ്റെ കൂടെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അടുക്കള വഴി പോകാൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഞാൻ പിറകെ പോയി ഒളിഞ്ഞു നോക്കി. അടുക്കളയുടെ പുറത്തേക്കുള്ള വാതിലിൻ്റെ അടുത്തെത്തിയപ്പോൾ ഉമ്മ പ്രശാന്തിനോട്, പ്രശാന്ത്,
എടാ എനിക്കൊന്നുകൂടെ വേണം. ഞാൻ ഞെട്ടിപ്പോയി. പ്രശാന്ത് ഉമ്മയുടെ ആഗ്രഹം നടത്തി കൊടുത്തു, അതും കിച്ചണിൽ വെച്ച് തന്നെ. ഞാൻ അതെല്ലാം ഒരത്ഭുതത്തോടെ നോക്കി നിന്നു. അപ്പോൾ ദാസ് പറഞ്ഞ ചേട്ടൻ്റെ പുതിയ ഇര ഉമ്മയാണോ? ഞാൻ പതിയെ അവിടുന്ന് നേരെ എൻ്റെ റൂമിൽ പോയി ഓരോന്ന് ചിന്തിച്ചു. എപ്പോഴോ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ഒരുപാട് വൈകിയാണ് ഞാൻ എഴുന്നേറ്റത്. ഉമ്മ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല. ഫ്രഷായി ഞാൻ കിച്ചണിൽ ചെന്നു. എന്നെ കണ്ട ഉമ്മ, ആ നീ എഴുന്നേറ്റോ? ചായ എടുക്കട്ടെ? ഇന്നലെ രാത്രി ഞാൻ ചേട്ടൻ്റെ കൂടെ കണ്ട ആളെ അല്ല. ചായക്കെന്താ കഴിക്കാൻ? ഞാൻ ചോദിച്ചു. ദോശയും കടലക്കറിയും ഉണ്ടടാ, ഉമ്മ പറഞ്ഞു. ശരി, എടുക്ക്. ചായ കുടിച്ച് ഞാൻ ദാസിൻ്റെ വീട്ടിൽ പോയി. എന്നെ കണ്ടതും അവൻ്റെ അമ്മ പറഞ്ഞു, മോനെ ദാസ് ഇവിടെ ഇല്ല, അവൻ തിരൂർക്ക് പോയതാ. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അവൻ പറഞ്ഞിട്ടുള്ള സുറുമിത്തിയുടെ വീട് കണ്ടു. ഞാൻ ഗേറ്റ് തുറന്ന് അകത്ത് കയറി കോളിംഗ് ബെൽ അടിച്ചു. കുറച്ച് കഴിഞ്ഞ് വാതിൽ തുറന്ന് എത്താം. ആ, ആരാ ഇത്? അഫ്സലോ? എന്താടാ ഈ വഴിക്കൊക്കെ? അത് ദാസിൻ്റെ വീട്ടിൽ വന്നതാ. അവിടെ അവനില്ല, അപ്പോൾ വെറുതെ ഒന്ന് കയറിയതാ, ഞാൻ പറഞ്ഞു. ആ വാടാ, ഇരിക്ക്. അവരെന്നെ അകത്തേക്ക് ക്ഷണിച്ചു. അവരെ കണ്ട് ഒരു നിമിഷം ഞാൻ അവരെ നോക്കി നിന്ന് പോയി. നിങ്ങളുടെ കുട്ടികൾ? ഞാൻ അവരോട് ചോദിച്ചു. മോൻ ഹോസ്റ്റലിലാണ്, എറണാകുളത്ത്. മോള് സ്കൂളിൽ പോയതാ, 5ൽ പഠിക്കുന്നു, അവർ പറഞ്ഞു. അല്ല, ഇക്ക പോയിട്ട് ഒരുപാടായോ? ഞാൻ ചോദിച്ചു. ഇല്ലടാ, 3 മാസം. നിനക്ക് കുടിക്കാൻ ചായ വേണോ അതോ തണുത്തതെന്തെങ്കിലും വേണോ? ഇത്ത എന്നോട് ചോദിച്ചു. ഏയ് ഒന്നും വേണ്ട, ഞാൻ പോട്ടെ. അതെന്താടാ? നീ ഇരിക്ക്, ദാസ് വരട്ടെ. എന്താ നിനക്കിത്ര തിരക്ക്? അവരെന്നോട് ചോദിച്ചു. അവരുടെ കിഞ്ഞരിക്കുന്ന നോട്ടവും സംസാരവും എൻ്റെ ഉള്ളിൽ പേടി പരത്തിയെങ്കിലും അറിയാതെ ഞാൻ അവിടെ ഇരുന്ന് പോയി. അവരെനിക്ക് ജ്യൂസ് കൊണ്ടുവന്ന് തന്നു. അതും കൂടി ചിരിക്കുമ്പോൾ ഇത്ത എന്നോട് ചോദിച്ചു. അല്ല, ഉമ്മ എന്ത് പറയുന്നു? നീ ഇങ്ങോട്ട് വരുന്നത് അറിയോ? ഇല്ല, അങ്ങാടി പോണെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്, ഞാൻ പറഞ്ഞു. അവർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിനക്ക് ഗേൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ എന്ന്. എന്ത്? അല്ലടാ, ഈ ഗേൾ ഫ്രണ്ട്സേ ഉണ്ടോ എന്ന്. ഇല്ല, ഞാൻ പറഞ്ഞു. ഇത്തയാണെങ്കിൽ ഈ സമയം എൻ്റെ തലയിലൊക്കെ തഴുകിക്കൊണ്ടിരിക്കുകയാണ്. നബീലയ്ക്ക് ഇത്രയും വലിയ മോനുള്ളത് എനിക്കറിയില്ലായിരുന്നു, ഇത്ത പറഞ്ഞു. നേരത്തെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്കും നിൻ്റെ പ്രായമുള്ള ഒരു മോനോ മോളോ ഉണ്ടാകുമായിരുന്നു. എന്തോ എനിക്കവരുടെ പ്രവൃത്തിയിൽ അവരെ തടയാൻ തോന്നിയില്ല. ഞാനവരുടെ അടുത്ത് തന്നെ അങ്ങനെ ഇരുന്നു. അഫ്സൽ മോന് എന്നെ വേണോ? എങ്കിൽ വാ, നമുക്ക് റൂമിൽ പോകാം, ഇത്ത പറഞ്ഞു. ഞാനൊരു യന്ത്രത്തെ പോലെ അവിടെ പിറകെ പോയി. നീ ഇരിക്ക്, ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് അവർ ബാത്റൂമിൽ കയറി തിരിച്ചു വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എടാ നീ ഇതിനു മുമ്പ്? ഇല്ല, ഞാൻ പറഞ്ഞു. ആണോ? അപ്പോൾ നിൻ്റെ തുടക്കം എൻ്റെ കൂടെയാണ് അല്ലേ? ഞാൻ പേടിയോടെ ഒന്ന് മൂളി. അല്ല, നിനക്കാരെങ്കിലും ആഗ്രഹമുണ്ടോ? അവർ ചോദിച്ചു. അത് അങ്ങനെ ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളാകും. ആഹാ, ആരാ ആള്? അവർ ചോദിച്ചു. അത് എൻ്റെ ഇളയമയും അമ്മായും. അല്ല, ഫോട്ടോ ഉണ്ടോ നിൻ്റെ ഫോണിൽ അവരുടെ? ഇത്ത ചോദിച്ചു. അത് എടാ ഒന്ന് കാണാനാണ്, വേറൊന്നിനും അല്ല, ഇത്ത പറഞ്ഞു. ഞാൻ അവരെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. നിന്നെ തെറ്റ് പറയാൻ പറ്റില്ല, കാണാൻ കൊള്ളാം രണ്ടുപേരെയും, ഇത്ത പറഞ്ഞു. ആണോ? ആ അതേടാ. എങ്കിൽ നമുക്ക് തുടങ്ങിയാലോ? ഇത്ത ചോദിച്ചു. പിന്നെ അവിടെ നടന്നത് ഒരു സ്വപ്നലോകം എന്ന പോലെ ഞാൻ നന്നായി ആസ്വദിച്ചു. ഇത്തയും ഒട്ടും പുറകിലല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നന്നായി മത്സരിച്ചു. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിൻ്റെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ. കൂടാതെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.